ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ലീമറുകളെക്കുറിച്ചാണ്. കുരങ്ങുകൾക്ക് സമാനമായ രോമാവൃത ശരീരവും നീളൻ വാലുമുള്ള ഒരു ജീവിയാണ് ലീമറുകൾ. ഏകദേശം 100 സ്പീഷീസുകൾ കണ്ടെത്തിയിട്ടുള്ള ഏറിയ പങ്കും വംശനാശത്തിൻ്റെ വക്കിലാണ്. ഇയോസീൻ, പാലിയോസീൻ എന്നീ കാലഘട്ടങ്ങളിൽ ആഫ്രിക്കയിലാണ് ഇവ ഉടലെടുത്തതെന്ന് കരുതുന്നു. പ്രൈമേറ്റുകളിൽ താഴ്ന്ന ഇനങ്ങളാണ് ലീമറുകൾ. മഡഗാസ്കറിൽ മാത്രമാണ് ഈ ജീവിവർഗം ഇപ്പോൾ ഉള്ളത്. മഡഗാസ്കറിൻ്റെ തനത് ജൈവ വൈവിധ്യത്തിൻ്റെ ഭാഗമാണ് ലീമറുകൾ. കിഴക്കൻ മഡഗാസ്കറിൽ മഴക്കാടുകളിലും പടിഞ്ഞാറൻ മഡഗാസ്കറിൽ ഉണങ്ങിയ ഇലവീഴ്ച കാടുകളിലും തെക്കൻ മധ്യപ്രദേശങ്ങളിൽ മുളക്കാടുകളിലും ഇവയെ കാണപ്പെടുന്നു. പല ലീമർ വർഗ്ഗങ്ങളും മരങ്ങളിലാണ് കൂടുതലായും ജീവിക്കുന്നത്. ചിലത് നിലത്ത് കൂടി സഞ്ചരിക്കുന്നു. ഭക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി ഇവയ്ക്ക് കാടുകൾ, മരക്കൊമ്പുകൾ, ഇലകൾ നിറഞ്ഞ പ്രദേശങ്ങൾ അത്യാവശ്യമാണ്. ഇന്ന് വനനശീകരണവും മനുഷ്യപ്രവർത്തനങ്ങളും മൂലം ഇവയുടെ ആവാസ വ്യവസ്ഥ വേഗത്തിൽ കുറയുകയാണ്. മഡഗാസ്കറിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇവയുടെ ബ്രീഡിംഗ് സീസൺ. സാധാരണയായി വസന്തകാലത്തോടടുത്ത് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ആയിരിക്കും. 4-5 മാസക്കാലമാണ് ഇവയുടെ ഗർഭധാരണകാലം. സാധാരണയായി ഒരു കുഞ്ഞു മാത്രമായിരിക്കും ഒരു പ്രസവത്തിൽ ഉണ്ടാവുക. ചില വർഗ്ഗങ്ങളിൽ, ഉദാഹരണമായി മൗസ് ലീമറുകൾക്ക് ഇരട്ടകൾ ജനിക്കാറുണ്ട്. കുഞ്ഞ് ആദ്യകാലത്ത് അമ്മയുടെ വയറ്റിലോ ചുമലിലോ പിടിച്ച് സഞ്ചരിക്കും. പിന്നീട് അമ്മയുടെ പിൻഭാഗത്ത് കയറി നടക്കും. കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാറ് 2-4 മാസം കഴിഞ്ഞിട്ടാണ്. ചെറിയ ലീമറുകൾക്ക് ലൈംഗിക പ്രായപൂർത്തി കൈവരുന്നത് 1.5 വർഷം, 2 വർഷം എന്നീ പ്രായത്തിലാണ്. വലിയ ലീമറുകൾ പ്രായപൂർത്തിയാകുന്നത് 2.5-3 വർഷം പ്രായമാകുമ്പോഴാണ്. ലീമറുകൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രസവിക്കാറുള്ളൂ. കാട്ടിൽ ജീവിക്കുന്ന ലീമറുകൾ സാധാരണയായി 15 മുതൽ 20 വർഷം വരെ ജീവിക്കും. കാഴ്ച ബംഗ്ലാവിലും മറ്റുമുള്ളവയ്ക്ക് നല്ല പരിചരണവും ഭക്ഷണവും വൈദ്യ ശുശ്രൂഷയുടെ എല്ലാം ലഭിക്കാറുള്ളതുകൊണ്ട് 25-30 വർഷം വരെ ജീവിക്കാറുണ്ട്. ചെറിയ ലീമറുകൾ 6-10 വർഷം മാത്രവും, ഇടത്തരം ലീമറുകൾ 15-20 വർഷം വരെയും, വലുതായവർ 20-25 വർഷം വരെയും ജീവിക്കുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.